അപ്പോൾ നേരത്തെ ക്യാമറ തന്നെ കട്ടായതാണ്, അല്ലെങ്കിൽ വേറെ ക്യാമറ ഈ മൊബൈൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കുറേ പ്രശ്നങ്ങളുണ്ട്. പത്തുവർഗം തൊഴിലാളിവർഗം പാർട്ടിമാർ, ഇപ്പം ഇന്നലെ പാർട്ടിയൊക്കെ മനുഷ്യന്മാരിലിടും ഇതുവരെ ഉണ്ടാക്കി നാട് നശിപ്പിക്കാൻ ലോകത്തുണ്ടാക്കിയ എല്ലാ തിയറിയും ചരിത്രവും നമ്മൾ പോസിറ്റീവായിട്ട് നശിപ്പിക്കുക എന്ന് വെച്ചാൽ പുതിയത് സൃഷ്ടിക്കും. ചെറിയ ചെറിയ തെറ്റുകൾ നമുക്ക് പറ്റിയിട്ടുള്ളൂ, ഇനി ബുദ്ധിപരമായിട്ട് നീങ്ങണം. അപ്പോൾ ഈ ബ്ലോക്ക് പഞ്ചായത്ത് ആവുന്നതിന് മുമ്പ് പഞ്ചായത്തിലുള്ള എല്ലാ ആൾക്കാരും, ഇപ്പം ഈ ദളിതരിലും നല്ല ആൾക്കാരുണ്ട്. ഞാൻ എങ്ങനെ എന്നെ അവർ കണ്ടു കഴിഞ്ഞാൽ അവരെന്നെ സഖാവെന്ന് വിളിക്കാറുള്ളൂ. ദളിതർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഭയങ്കര ശ്രേഷ്ഠരാണ് അവർ. അത് നിങ്ങൾ തിരിച്ചറിഞ്ഞില്ല, ഞാൻ തിരിച്ചറിഞ്ഞു. ബുദ്ധിപരമായിട്ട് നീങ്ങുക. ഇതിപ്പോൾ ബുദ്ധിപരമായിട്ട് നിങ്ങൾ നീങ്ങിയെങ്കിലും ഞാൻ ബുദ്ധിപരമായിട്ട് നീങ്ങും. ഞാനൊരു 2 മാസത്തിനുള്ളിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് എല്ലാവർക്കും ഗവൺമെൻറ് ജോലി വാങ്ങി കൊടുക്കും. 150 കോടി ജനങ്ങളും ഗവൺമെൻറ് ജോലി. അങ്ങനെയാണ് രാജ്യം ഉണരണ്ടേ. ഈ ബ്രിട്ടീഷുകാർ നശിപ്പിച്ച കഥ ഞാൻ പറയാൻ പറഞ്ഞുള്ളൂ, അതൊന്നും പറഞ്ഞിട്ടില്ല. ബുദ്ധിപരമായിട്ട് നീങ്ങ. എല്ലാവരും ഗവൺമെൻറ് ജോലി. നമ്മുടെ ശ്രേഷ്ഠത കളയരുത്. ആശാമാർ, ഇപ്പം എത്ര ആശാമാരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗുരുക്കന്മാർ, ഈ പണി പഠിപ്പിക്കുന്ന ആൾക്കാർ ഒരു സുപ്രഭാതത്തിൽ കുറേ പൈസ ഇട്ടെന്ന് പറഞ്ഞാലും നാളേക്കും മറ്റന്നാളും ഈ മക്കളെ ഇഷ്ടപ്പെട്ട ആൾക്കാരൊന്നും പണി പഠിപ്പിക്കാൻ പറ്റില്ല. അതിന് കുറച്ച് ആരോഗ്യവും കുറച്ച് സ്നേഹവും അതൊക്കെ അത്രയ്ക്കും ഗംഭീരമായിട്ട് പോയ ഒരേ ഒരു രാഷ്ട്രമാണ് ലോകത്ത് ഈ ഭാരതം എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു അറ്റാണ് ഈ കേരളം. നമ്മുടെ ഒരു രാഷ്ട്രവും പഞ്ചാബും ബംഗാളടക്കം കേരളം അടക്കം നമ്മുടെ ഒരു സംസ്ഥാനവും മോശമല്ല. ഇത് ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടില്ല, നിങ്ങൾ ലൈവ് ചെയ്ത് എടുക്കണമെന്ന് എനിക്കറിയാം. എടുത്തോ തൽക്കാലം എടുത്തോ. കാരണം നമ്മൾ ധർമ്മത്തിലാണ് ജീവിക്കുന്നത്, ധർമ്മം. അതുകൊണ്ട് എനിക്കതൊരു വിഷയമല്ല. നിങ്ങളൊക്കെ നമ്മൾ പിടിച്ചു, പക്ഷെ അതിൻ്റെ അത് നമ്മൾ എന്താ പറയുക, വരച്ച് കാണിക്കാനുള്ള അവസ്ഥയിലല്ല ഇപ്പം നമ്മൾ. അപ്പോൾ ഈ ടീച്ചർമാരെ കാര്യങ്ങളൊക്കെ മുഖ്യമന്ത്രി സാറ് ശ്രദ്ധിക്കുക. മറ്റേ അർജുന വിഷാദ യോഗം എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഇതിനെ പെട്ടെന്ന് സുപ്രഭാതത്തിൽ ഇങ്ങനെ ഞാൻ എതിർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒറ്റ എതിർപ്പുണ്ടാവുള്ളൂ. അതാണ് എൻ്റെ വിഷയം, അതാണ് എൻ്റെ കാര്യം. ആ തമാശയാണെങ്കിലും ആ തമാശ അങ്ങനെയാണ് എടുക്കുന്നത്. നമ്മൾ വളരെ സ്വസ്ഥം, കീപ്പ് ആൻഡ് ക്വയറ്റ് നാച്ചുറലായിട്ട്, കീപ്പ് ആൻഡ് ക്വയറ്റ് നാച്ചുറലായിട്ട് നമ്മൾ നാടിനെ രക്ഷിക്കുക. എല്ലാവരും ബുദ്ധി ഉപയോഗിക്കുക, സ്നേഹം ഉപയോഗിക്കുക. അപ്പം സ്ത്രീകൾ ഇപ്പോൾ പ്രസവം നിർത്തിയ ക്രിസ്ത്യാനികൾ ഇസ്ലാമും ഒരു കുട്ടീനെ കൂടി ഉണ്ടാക്കുന്ന ഞാൻ പറയുള്ളൂ. ഒരു കുഞ്ഞിനെ കൂടി ഉണ്ടാക്കൂ, ആ സ്നേഹിക്കും നിങ്ങൾ അങ്ങോട്ട് വിടും. ആ കുഞ്ഞ് ജനിച്ചു വരുമ്പോൾ ഈ ഭാരതം എന്താണെന്ന് അവൻ എന്താ പറയുക, നിങ്ങളെ 2 മതങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പോലും അവൻ തിരിച്ചറിയരുത്. അത്രയ്ക്കും ശ്രേഷ്ഠമാണ് ഈ ഹൈന്ദവരിതം എന്ന് പറയുന്നത്, ഈ ഹൈന്ദവ രാഷ്ട്രം ഭാരതം അല്ലേ. അങ്ങനെ ആവണം. പിന്നെ നമ്മുടെ നാട് നശിപ്പിക്കാൻ മീഡിയയിൽ മറ്റേ രവീന്ദ്രൻ സി, മറ്റേ രാഹുൽ ഈശ്വര്, പിന്നെ കുറേ ടീമുകൾ, പിന്നെ ആരൊക്കെയാണ്, പിന്നെ ഈ മീഡിയക്കാർക്ക് ഫണ്ട് കൊടുക്കണ കുറേ പാകിസ്ഥാനും ചൈനക്കാരും കുറേ ടീമുകളുണ്ട്. അവരെ ഈ എന്താ പറയുക, അങ്ങനത്തെ അവരുടെ ഒറ്റങ്ങളെ വളി വർത്താനം കേട്ട് നിൽക്കേണ്ട ആൾക്കാരല്ല നമ്മൾ ബുദ്ധി മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ. ഗവൺമെൻറ് ജോലി, ടെൻഷൻ വേണ്ട. പെൺകുട്ടികളെ നമ്മൾ സംരക്ഷിക്കണം. ഓക്കെ, തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം.